ബാക്ക് ടു AK രൂപ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വനിതയിൽ വന്നിരിക്കുകയാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയാണ്. അജിത്തിൻ്റെ പടം കാണാൻ സ്ക്രീൻ 4-ൽ 12:40 ഷോ. സ്ക്രീൻ 4-ലാണ്. ഇവിടെ മുന്നേ കയറിയിട്ടുണ്ട്, പക്ഷേ DTS ഫോർമാറ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കണ്ടു. ഇതിനു മുന്നേ ബസൂക്ക കണ്ടു, പിന്നെ ആലപ്പുഴ ചിങ്കാന കണ്ടു. ബസൂക്ക മിനിയാന്ന് വൈകിട്ടത്തെ ഷോ കണ്ടു. അതോടെ ഇന്നലെ ഉച്ചയ്ക്ക് ആലപ്പുഴ ചിങ്കാന കണ്ടു. ഇപ്പോൾ ഫൈനലി ഇന്ന് ഉച്ചയ്ക്ക് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കണ്ടു. അപ്പോൾ നമുക്ക് സിനിമയുടെ റിവ്യൂവിലേക്ക് കിടക്കാൻ. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 2 തരം രീതിയിൽ എനിക്കെടുത്ത് പറയാനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ പോയി അടിച്ച് പൊളിച്ചിരുന്നു കാണാൻ പറ്റുന്ന ഒരു പക്ക ഫാൻ ബോയ് ട്രീറ്റ് പടം. എന്താണെന്ന് പറയട്ടെ, ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയ സംഭവമുണ്ട്. ഒരുപാട് പല മേക്കിംഗ് കൊണ്ടാണെങ്കിൽ ഇതിൽ പോസിറ്റീവ്സായിട്ട് പറയുകയാണെങ്കിൽ എന്താ മേക്കിങ്, ടെക്നിക്സായിട്ട് ഡയറക്ഷനും, പിന്നെ മ്യൂസിക്, BGM ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമയിൽ പോസിറ്റീവ്സായിട്ട് പറയാൻ തോന്നിയ കാര്യം. ഇനി രണ്ടാമത്തെ രീതി എനിക്ക് പറയാനാണെങ്കിൽ സിനിമ എനിക്ക് ഒരു എബോവ് ആവറേജ് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. അതൊന്നും വേറൊന്നുമല്ല, എന്താ ഇത് അജിത്ത് ഫാൻസിന് എന്തായാലും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത് അവർക്ക് വേണ്ടി ഒരുക്കിയൊരു പക്ക ഫാൻ സർവീസ് തന്നെ. ഫുള്ള് അജിത്തിൻ്റെ വക ഒരു സ്പൂഫ് മൂവിയാണ് അത്. അജിത്തിൻ്റെ പഴയ സിനിമയുടെ ഒരുപാട് റെഫറൻസ് അതൊക്കെ ഭംഗിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കിഡിലിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയറക്ടർ. നല്ല ഗംഭീരമായിട്ട് നന്നായിട്ട് പണി വെച്ചെടുക്കുക. ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് പറയാന്ന് വെച്ചാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. ഇത് ഫാൻസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചൊരു മൂവി എന്ന നിലയിൽ വെച്ച് നോക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് ആ ലെവലിൽ എത്താൻ പറ്റിയില്ല. പിന്നെ ഇമോഷണൽ സീൻസ് ഉണ്ട്, അതാണെങ്കിൽ എനിക്ക് അത്ര കണക്ട് ചെയ്യാനും പറ്റിയില്ല. ആകെ എനിക്ക് അതാ കുറച്ച് നെഗറ്റീവ്സായിട്ട് പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്താണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല ഒരു ഫാൻ ബോയ്സ് എന്നൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അജിത്തിൻ്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന പോലെ നല്ല എനർജറ്റിക് ആയിട്ട് തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ വരെ എനർജറ്റിക് കൂടെ കാണാൻ പറ്റി. അജിത്താണെങ്കിൽ ഒന്നും പറയണ്ട, ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. കൂടി തകർത്തു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ തകർത്തു പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടക്കം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അരോചകമായിട്ട് തോന്നി പല സീൻസിലൊക്കെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കണ്ട ഒരു വേറെ ലെവലിൽ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ അല്പം ഓവറായി പോലെ ഒരു എനിക്ക് തോന്നി. അല്പമല്ല, കുറേ സീൻസൊക്കെ സീൻ ബൈ സീൻസൊക്കെ ചില സീൻസൊക്കെ നമുക്ക് നല്ലൊരു കിട്ടില്ല തോന്നി. എന്നാൽ ചില സീൻസ് ഭയങ്കര ഓവറായിട്ട് പിന്നെയും കൊണ്ട് ഒരു ഫ്ലോ രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫ് പോയത്. ഇതിൽ ഫൈറ്റും നൈസായിരുന്നു. ഒരു നല്ലൊരു പക്ക സ്റ്റൈലിഷ് ക്വാളിറ്റി എനിക്ക് നല്ല കിടിലൻ ഫ്രെയിംസ് ഈ സിനിമയിൽ ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ പിന്നെ ഒരു തിയേറ്ററിൽ പോയി വിഷുവിന് അജിത്ത് ഫാൻസിനെ അടിച്ച് പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു പക്ക ഫാൻ ബോയ് പടമാണ്. പക്ക ഫാൻ ബോയ് പടം അല്ല, ഇത് അജിത്ത് ഫാൻസിന് എന്തായാലും തിയേറ്ററിൽ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെ. ആസ് യൂഷ്വൽ നോർമൽ ഓഡിയൻസിന് ഈ പടം ഒന്നെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ തോന്നുന്നു. എനിക്ക് പേഴ്സണലി പടം ഓക്കെ ആയിരുന്നു, ഒരു കണ്ടിരിക്കാം. എന്നല്ലാതെ വേറെ ലെവലിലെ സംഭവങ്ങളൊക്കെ പറയാനുള്ള സംഭവങ്ങളുണ്ട് ഈ പടത്തിൽ. പക്ഷേ ത്രൂ ഔട്ട് മൂവി എനിക്ക് ജസ്റ്റ് ഒരു തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എബോ ആവറേജ് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. എബോ ആവറേജാണ് മൂവി ശരിക്കും പറഞ്ഞാൽ. എബോ ആവറേജ് ഫിലിമാണ്. ഒരു പക്ക ഫാൻ ബേസിലെടുത്ത് വെച്ചാൽ ഫുള്ള് തന്നെ അജിത്തിൻ്റെ പഴയ സിനിമകളുടെ അതേ സ്പൂഫ് മൂവി. അപ്പോൾ ആ രീതിയിൽ പോയി തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ പടം ഇഷ്ടപ്പെടും. ആസ് എ തിയേറ്റർ വാച്ച് ഇത് മസ്റ്റ് തിയേറ്റർ വാച്ചാൽ 100% ഗ്യാരണ്ടി ഞാൻ എടുത്ത് തരുവാണ്. ഇത് പക്ക തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ്. എന്നാൽ വലിയ സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോയി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചിലർക്ക് പിടിക്കത്തില്ല. കാരണം ഇതൊരു
ഫാൻസിന് വേണ്ടി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, ഫാൻസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചൊരു മൂവി. ദിസ് ഇസ് എ മൂവി ഫോർ, ദിസ് ഇസ് എ വിഷ്വൽ ട്രീറ്റ് ഫോർ ഫാൻസ്. ആസ് എ നോർമൽ ഓഡിയൻസ് they could be accept or not. എന്നുവെച്ചാൽ നോർമൽ ഓഡിയൻസിന് എന്തായാലും ഈ പടം ഒന്നെങ്കിൽ ജസ്റ്റ് ഒരു കണ്ടിരിക്കാമെന്ന് പറയാം. പക്ഷെ എനിക്ക് ഈ പടം ഓക്കെ ആയിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഇൻ്റർവെല്ലിന് പൊളിയാണ്. അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ കുറച്ച് ശോകമായിപ്പോയി. ഓവറോൾ എന്ന് വെച്ചാൽ എന്താ ഒരു സൂപ്പറായി തോന്നിയ ഫസ്റ്റ് ഹാഫ്, അതിലുപരി ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ്. പക്ഷെ സിനിമയുടെ മേക്കിങ്ങും പിന്നെ കുറേ മാസ് എലമെൻസൊക്കെ ഒരുപാട് കൈയടിക്കാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. പ്രത്യേകിച്ച് അജിത്ത് ഫാൻസ്. ഞാൻ വനിതയിലാണ് പോയി കണ്ടത്. കാരണം വേറൊന്നുമല്ല, ഈ പടത്തിന് വേറെ പലയിടത്തൊന്നും സ്ക്രീൻസ് കുറവാണ്. കാരണം ഈ വിഷുവിന് 3 മലയാള സിനിമ അറിയാവുന്ന ഇതിൻ്റെ സ്ക്രീൻ കുറവായിരുന്നു. അതുകൊണ്ട് ഇന്ന് വനിതയിൽ തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വനിതയിൽ പോയി കണ്ടു, ഒരു ഫാൻ ഷോക്ക് കണ്ടാൽ അതേ ഫീലായിരുന്നു. അജിത്ത് ഫാൻസ് നിർത്താതെ കയ്യടിക്കാനുള്ള സംഭവം ഉണ്ട് ഈ പടത്തിൽ. അതുപരി നല്ലൊരു ഒരു പക്ക ഫാൻ ബോയ് പടമാണ്. അത്രേ ഉള്ളൂ ഗുഡ് ബാഡ് അഗ്ലി സിനിമ. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 3.5 അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും